ബാക്ക് അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അതിനായിട്ടൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നോളൂ. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ആവശ്യമുണ്ട്. അതോടൊപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയും വേണം. ഫ്ലെയിം ഇവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു 50 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ബോൺലെസ് ആയതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്താൽ മതി. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമുക്കൊരു 3 വെളുത്തുള്ളിയും കൂടി ആവശ്യമുണ്ട്. അതോടൊപ്പം ഒരു 1/2 ക്യാപ്സിക്കം, 1/2 പീസ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം പൗഡറാണ് നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അല്ലാതെ വേറൊരു പൗഡറും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റിയുള്ള ഒരു കട്ട്ലേറ്റാണ്. ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവത്തില്ല എന്ത് കട്ട്ലേറ്റാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഇതേ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഞാനിവിടെ ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നത്. ചിക്കനൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് കുറച്ച് ബട്ടർ ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് ബട്ടർ യൂസ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഇത്ര പൊടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇടയ്ക്ക് ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് ക്രഷ് ചെയ്തെടുത്തേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 2 പൊട്ടാറ്റോയാണ്. അത് ഞാനിവിടെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ ഓണിയനും ക്യാപ്സിക്കവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നല്ലപോലെ ചൂടാറി വന്നപ്പോൾ അതും പേസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊട്ടാറ്റോയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്ര തന്നെയാണ് നമ്മുടെ ഈ കട്ട്ലേറ്റിൻ്റെ പണികളുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം അങ്ങോട്ട് ജോയിൻ ആയി വരുന്ന വരേക്കും മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്തായാലും വെള്ളം ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല, എല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഇതുപോലെ ബോളുകളാക്കിയിട്ട് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട്ലേറ്റ് മാറ്റി കൊടുക്കാം. ഹാർട്ടോ സ്ക്വയറോ ഓവലോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. ഇരുവശമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നല്ലപോലെ വൃത്തിക്ക് തന്നെ നമുക്ക് ഒന്ന് കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ രീതിക്കൊക്കെ ഒന്ന് മുന്നേ നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വല്ല പാർട്ടിയൊക്കെ വരുമ്പോൾ തലേ ദിവസം ഇതുപോലൊക്കെ ഒന്ന് ആക്കി വെച്ചാൽ ബാക്കിയെല്ലാം വളരെ ഈസിയാണ്.
അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 2 മുട്ടയാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതോടൊപ്പം കുറച്ച് ബ്രെഡ് സ്ക്രംസും ആവശ്യമുണ്ട്. അത് നോർമൽ ബ്രെഡ് ക്രംസാണ്. ഇതിലോട്ട് വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കട്ട്ലേറ്റിൻ്റെത് മുട്ടയിലോട്ട് ഒന്ന് മുക്കി എടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് സ്ക്രബ്സിൽ കൂടി ഒന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഫസ്റ്റ് ബാച്ചിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 വശം എഗ്ഗിൽ മുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പുറമേ നല്ല കോട്ടിങ്ങോട് കൂടിയിട്ടല്ലേ കിട്ടുന്നത്. അത് ഇതുപോലെ 2 വട്ടമൊക്കെ ഒന്ന് എഗ്ഗിൽ മുക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല കട്ടിയിലായിട്ട് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലൈറ്റൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഹെൽത്ത് വൈസ് അത്രയും ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഐ എം റിയലി സോറി. അപ്പോൾ ഇനി ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും മാക്സിമം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തതും. ഇപ്പോൾ ഈ വീഡിയോ തന്നെ 1 വീക്കായി ഞാൻ എടുത്തിട്ട്, പക്ഷേ എനിക്കെന്തോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ റിയലി സോറി. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ഒരു വശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വശം ഏകദേശം ഒന്ന് കുക്കായെന്ന് കണ്ടു കഴിഞ്ഞാലും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറുവശവും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ് ഈ സ്റ്റെപ്പുകളൊക്കെ. അതൊക്കെ നമുക്കറിയാമല്ലോ, ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വരും. പിന്നെ ഉള്ളിലുള്ളതൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കോരിയെടുക്കേണ്ട ആവശ്യം കൂടിയുള്ളൂ. മുഴുവനായിട്ടും ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കട്ട്ലേറ്റൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ ഇതേ രീതിക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ലവ് യു ഓൾ.